ഇന്നത്തെ മനുഷ്യന്മാരിൽ ഏറ്റവും പ്രമുഖമായിട്ട് കാണേണ്ട 3 ഗുണങ്ങളായിട്ട്. ഒന്നാമത്തത്, അവൻ ബാക്കിരങ്ങളോ തപ്പടോ തേടി പിടിച്ചിട്ട് അതിനെ എണ്ണിട്ടിങ്ങനെ ആൾമാരുടെ ഇടയിൽ ഇങ്ങനെ ചെന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം. സ്വന്തം തപ്പടം മറക്കട. രണ്ടാമത്തത്, ബാക്കിരങ്ങൾക്ക് ആക്കിയോ ഉപകാരത്തെ ഇങ്ങനെ എടുത്തു ചെന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം. മൂന്നാമത്തത്, ഒരുത്തരൊട്ടിക്ക് നല്ല പാൽ പോലെ മുണ്ടിട്ട് അവൻ ചെന്ന വിഷയത്തെടുത്തിട്ട് പിന്നൊരുത്തരോട് ചെന്നിട്ട് ജണ്ടാലിടയിൽ താണ്ടുവാട്ടിയിട്ടൊരു ഒരു സ്വഭാവം. നമീമത്തും ചെല്ലാർ അറബിയിൽ. ഈ 3 സ്വഭാവ ഇന്നത്തെ ആൾമാരിൽ യാറെ കണ്ടുകൊണ്ടുണ്ട്. ഒരു മനുഷ്യരോ ഈ 3 സ്വഭാവ കണ്ടെങ്കിൽ അവനായിട്ടിട്ട് ഒറിജിനൽ സൈക്കോ. അവനക്ക് ഒറിജിനൽ സൈക്കോ ഉണ്ട്. അവൻ സൈക്കോ ആയിട്ടിട്ട് അവൻ ഒരു കാലത്ത് വിജയിക്കില്ല. ഒരു മനുഷ്യരോ വലിയ പരാജയത്തോ ഒരു ലക്ഷണമായിട്ടിട്ട് ഈ 3 ഗുണങ്ങൾ. അതായത് സ്വന്ത തപ്പുട മറക്കിട. ഞാൻ എന്തെല്ലാം ആക്കിര, ഞാൻ എന്തെല്ലാം ഒരാൾക്ക് ഉപദ്രാക്കിര, ഞാൻ ഒരാൾ എന്തെല്ലാം വേണ്ടാത്ത ചെന്നര, അത് അവനക്ക് നിനപ്പില്ല. വേറെ നണ്ട് അവൻ അങ്ങനെ ചെന്ന, നണ്ട് ഓ ഇങ്ങനെ ചെന്ന, അവൻ അങ്ങനെ ആക്കിര, ഓൻ ഇങ്ങനെ ആക്കിര ചെന്നിട്ട് ആ തപ്പുട ഇങ്ങനെ പറക്കോട്ട് അതിലിങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്ന സ്വഭാവം. ഞാനാക്കിയത് മറക്കിട. അപ്പോൾ സ്വന്ത തപ്പടോ ഓർമ്മയാക്കിയിട്ട് അതിರ ಬಗ್ಗೆ അള്ളാഹുവരുടെ തൗബ ചെയ്തോ ಬಿಟ್ಟಿಟ್ಟು ಅವನು ಬೇರೆಗಳ ತಪ್ಪಡು ഇങ്ങനെ പറക്കൊണ്ട് അതിനെ ചെന്നുകൊണ്ടിരിക്കണം. അവൻ വിജയിക്കില്ല. അവൻ പരാജയപ്പെടുകയാണ്. അവൻ്റെ ജീവിതത്തിൽ അവൻ ഖേദിച്ചുകൊണ്ടേ ഇരിക്കണം. അതേപോലെ പിന്നൊരു സ്വഭാവം എന്തെങ്കിൽ ബാക്കിരങ്കാക്കിയ ഉപകാരത്തെ ഇങ്ങനെ ചെന്നുകൊണ്ടിരിക്കണം. ഞാൻ അങ്ങനെ ആക്കിര, ഞാൻ ഇങ്ങനെ ആക്കിര, ഞാൻ എടുത്ത ഉപകാരത്തെ ചെല്ലില്ല, നക്ക് കിട്ടിയ ഉപകാരത്തെ ഞാൻ ചെല്ലില്ല, ബാക്കിരങ്കാക്കിയ ഉപകാരത്തെ മാത്രം എടുത്ത് ചെന്നിട്ട് അത് അവൻ്റെ മാനസികമായിട്ട് ഇടങ്ങേറാക്കണോ. ഈ സ്വഭാവം ഒന്നും അവൻ വിജയിക്കില്ല. അവനും പരാജയപ്പെടുക ഒരു അടയാളമായിട്ടിട്ട്. മൂന്നാമത്തത് വലിയ ഡേഞ്ചർ. ഒരുത്തരൊട്ടിക്ക് നല്ല പാൽ പോലെ മുണ്ടോ ചന്ത മുണ്ടിട്ട് അവൻ ചെന്ന വിഷയത്തെല്ലാം എടുത്തിട്ട് ഒന്നാ റെക്കോർഡാക്കണോ, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും അതിൻ്റെ വിഷയം എടുത്തിട്ട് പിന്നെ അടുത്തിട്ട് ചെന്ന് കൊടുക്കണോ. പരസ്പരം ഇങ്ങനെ ഇട്ട് കൊടുക്കണോ. നമീമത്ത്. ഓണും ഈ ദുനിയാവിലും ആഖിറത്തിൽ വിജയിക്കില്ല. ഈ 3 ഗുണങ്ങൾ ഒരു മനുഷ്യരെ പരാജയത്തോ ഏറ്റവും വലിയ പ്രതീക്ഷ പിന്നെ അടയാളമായിട്ട് ചെന്നിട്ട് ഞങ്ങൾ മനസ്സിലാക്കണം. ഓണായിട്ട് വലിയ സൈക്കോ. ഈ ഓണ് ഒരു മാനസിക ഒരു രോഗി. ഓണ് വലിയ സൈക്കോ ആയിട്ട് ഓൺ ഒരു കാലത്ത് വിജയിക്കില്ല. ഇത് പരിശുദ്ധ ഖുർആനും ഹദീസും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിലും ചെന്നത വിഷയങ്ങളായിട്ട് സ്വന്ത തപ്പടോ മറക്ക തീര. സ്വന്തം ആക്കിയ തപ്പടെല്ലാം അള്ളാഹുടെ മുന്നിൽ വെച്ചിട്ട് അത് അവൻ തൗബ ചെയ്തുകൊണ്ടിരിക്കണം. ബാക്കിരങ്ങാക്കിയ തപ്പടെല്ലാം പൊരുത്തപ്പെടും. അതിലിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ചെന്നുകൊണ്ടിരിക്കുന്ന സ്വഭാവം ഒരു മനുഷ്യരുടെ വിജയത്തെ ലക്ഷണമല്ല. അതേപോലെ ഒരുത്തരൊട്ടിക്ക് നല്ല പാൽ പോലെ മുണ്ടിട്ട് അതിലെടുത്തിട്ട് അങ്ങനെ പിന്നൊരുത്തരോട് ചെന്ന് കൊടുക്കണം. ഓണും പരാജയപ്പെടും. ഓണ് വിജയിക്കില്ല. അതേപോലെ ആക്കിയ ഉപകാരത്തെല്ലാം ഇങ്ങനെ എടുത്ത് ചെന്നുകൊണ്ടിരിക്കണം. ഞാൻ അങ്ങനെ ആക്കി ഇവർ തിണ്ടതിന് ചെല്ലില്ല, അവർ കൊടുത്തതിന് മാത്രമേ ചെല്ലൂ. ഇങ്ങനത്തെ ഈ 3 ലക്ഷണം ഉണ്ടല്ലേ ഒരു മനുഷ്യരോ പരാജയത്തെ ലക്ഷണ ചെന്നിട്ട് ഞങ്ങൾ മനസ്സിലാക്കണോ. ഓണായിട്ട് ഒറിജിനൽ സൈക്കോ ചെന്നിട്ട് ഞങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ 3 ഗുണങ്ങൾ ആരെയും ഇന്നെങ്കിൽ അത് ഇണ്ടിൽ പിന്നെ അതിനെ ക്യാൻസലാക്കിയിട്ട് ഈ 3 ഗുണങ്ങളെ നേരെ ഒഴിവാക്കിയിട്ട് സ്വന്തം തപ്പടങ്ങനെ ഓർമ്മിച്ചിട്ട് അള്ളാഹുവരുടെ തൗബ ചെയ്യരോ. ആരെയും എന്തെങ്കിലും വിഷയം കേട്ടിന് അതിരമേ നമ്മോട് മൂടി വയ്ക്കറോ. ഇങ്ങനെ സ്വന്തം ഒരു വിജയത്തെ ഒരു ഭാഗത്തേക്ക് എത്തുകയായിട്ടുള്ള ഒരു പരിശ്രമം നടത്താനായത് ഒരു മുഅ്മിനായ മനുഷ്യരോ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമായിട്ട് ചെന്നിട്ട് ഞങ്ങൾ മനസ്സിലാക്കണം.